നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻ്റഗ്രേഷനാണ്. സോ ഡിഫറൻസിയേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്, ഇൻ്റഗ്രേഷൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അറിയാമോ? ശരിക്കും ഇൻ്റഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഫംഗ്ഷൻ ഫ്രം ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. എന്താ അത്? നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ അല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? d/dx ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ചു. ഇനി ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിൽ നിന്ന് നമുക്ക് തിരിച്ചെന്ത് വേണം? ആ ഫംഗ്ഷനെ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേഷൻ. ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ചു, ആ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ച് ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? In other words, the procedure of finding the antiderivative of a function is called integration. കണ്ടോ? അതായത് എന്താണ്? The procedure of finding the antiderivative of a function. ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇൻ്റഗ്രേഷൻ ക്യാൻ ബി ഡൺ using multiple method like integration by substitution, integration by parts, integration by partial fraction, etc. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസ് പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഓരോ മെത്തേഡുകൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അവിടെ പഠിച്ച ചില കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആവരുത്, രണ്ടും കൂടി തിരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ അത് വേറെ ആക്കി എടുക്കുക, ഇൻ്റഗ്രേഷൻ വേറൊരു ടോപ്പിക്കാക്കി എടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് തന്നെ പഠിക്കണം. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആവരുത്, തെറ്റിപ്പോവും. ക്ലിയർ? അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്ന ഓരോ മെത്തേഡുകളാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെറിവേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഡെറിവേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂള് അല്ലേ, ചെയിൻ റൂള്. അതുപോലെ തന്നെ ഓരോ മെത്തേഡുകൾ ഇൻ്റഗ്രേഷനിൽ യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡുകളാണ് ഈ പറഞ്ഞ എന്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ. നമുക്കതെല്ലാം വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്നതിന് മുന്നേ ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ നന്നായി ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു ഇൻ്റഗ്രേഷൻ എന്താണ്? ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലേ, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? d/dx ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഡെറിവേറ്റീവ് അല്ലേ. d/dx ഓഫ് എഫ് ഓഫ് എക്സ് അഥവാ എഫ് ഡാഷ് എക്സ്, അതാണ് ശരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി. ഈ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ച് എന്ത് വേണം? ഈ ഫംഗ്ഷനിലേക്ക് വരണം. ആ ഫംഗ്ഷനിലേക്ക് വരാൻ എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് നമ്മൾ ചെയ്യും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ എഫ് ഡാഷ് എക്സിനെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നമ്മൾ അതിനെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഫൈ ഓഫ് എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനെ ഫൈ ഓഫ് എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോക്കിക്കേടാ, ഒരു ഗ്രാഫ് കണ്ടോ? ഇതൊരു ഗ്രാഫാണ്. അതിനൊരു എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞത്. ശരിക്കും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എവിടെയൊക്കെയാണ് ഈ ഇൻ്റഗ്രേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഏരിയ അണ്ടർ ദ കർവ്, ഒരു കർവിന് അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വോളിയം ഓഫ്, അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേടാ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. കണ്ടോ? ഇതിൻ്റെ ടോട്ടൽ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. നോക്കിക്കേ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആദ്യം ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പിൻ്റെ മാത്രം ഏരിയ കണ്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മാത്രം ഏരിയ ആദ്യം ഇങ്ങനെ എടുക്കും. കണ്ടോ? ഇതിങ്ങനെ ഓരോരോ റെക്റ്റാങ്കിൾ ആക്കി ഞാൻ വെച്ചിരിക്കുമല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. ആ കർവിൻ്റെ അടിയിലുള്ള ഏരിയയെ ഓരോ റെക്റ്റാങ്കിൾ ആക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എല്ലാ റെക്റ്റാങ്കിളിൻ്റെയും കൂടി ഏരിയ കണ്ടുപിടിച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ, നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ റെക്റ്റാങ്കിളിനെ മാത്രം കൺസിഡർ ചെയ്തു. കണ്ടോ? ഈ ഒരു റെക്റ്റാങ്കിളിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്തു, ഇതിനെ മാത്രം കൺസിഡർ ചെയ്തു. ഇതിനൊരു ബ്രെഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ എനിക്ക് കണ്ടുപിടിക്കാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോണത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണെന്ന്.
അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോണത്, ഒരു ഐഡിയ തരാൻ വേണ്ടിയാണേ. അപ്പോൾ ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ എനിക്ക് കിട്ടും. ഇനി ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ ആണോ? അല്ല, ഇത് ഒരുപാട് റെക്റ്റാങ്കിൾസുകളുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് വേണം? എല്ലാവരുടെയും കൂടി ഏരിയാസിൻ്റെ സമ്മേഷൻ ആയിരിക്കും. അതിൻ്റെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തരുടെയും സമ്മ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തരുടെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യും. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടോ, ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ കണ്ടോ, ഇൻ്റഗ്രൽ എന്ന് പറയും. ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ബി എന്ന് പറയുന്നത്, ഇത് ഗ്രാഫിൻ്റെ എക്സാക്സ് ആയിട്ടുള്ള പോയിന്റാണ് എ, ഇത് ഈ പോയിന്റാണ് ബി. അപ്പോൾ എ മുതൽ ബി വരെയുള്ള പോയിന്റിനിടയ്ക്കുള്ള ഈ ഗ്രാഫിൻ്റെ ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഫ്രം എവിടെ തൊട്ട്? എ ടു ബി. കണ്ടോ, ഇൻ്റഗ്രൽ എ ടു ബി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ഒരൊറ്റ റെക്റ്റാങ്കിളിൻ്റെ, ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ കണ്ടോ, ഇതിൻ്റെ ഒറ്റ റെക്റ്റാങ്കിൾ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും? അതിൻ്റെ ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അതായത് ഇപ്പം ഈ ഫംഗ്ഷൻ f(x)നെ എ ടു ബി എന്ന് പറയുന്ന ലിമിറ്റിൽ ഞാൻ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഇൻ്റഗ്രേഷൻസ് ഉണ്ട്, 2 തരം ഇൻ്റഗ്രൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണെന്ന് അറിയാമോടാ? ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്. നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും പഠിക്കാനുണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ. ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്തൗട്ട് എനി ബൗണ്ട്സ്. അതായത് നമ്മളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്, പക്ഷേ അവിടെ ഒരു ബൗണ്ട്സ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. നോക്കിക്കേ, ഞാൻ പറയുവാണ്, ഇപ്പം ഇൻ്റഗ്രൽ f(x) ഒരു ഫംഗ്ഷനാണ്, ഇതിനെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ f(x) എന്നുള്ളത് sin x ആണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ പറയുവാണ് ഇൻ്റഗ്രൽ sin x. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ജസ്റ്റ് അത്ര, അത് മാത്രം. അതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അതായത് ആ ഇൻ്റഗ്രേഷന് ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റോ ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ക്ലിയർ? ഇനി അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? ഡെഫിനിറ്റ്, കാരണം ഒരു കൃത്യതയുണ്ട് ആ പേരിൽ തന്നെയുണ്ട്. നോക്കിക്കേ, ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ സ്പെസിഫിക് ഇൻ്റർവെൽ ബൗണ്ടഡ് ബൈ എ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്. മനസ്സിലായി? അതായത് ഒരു ലോവർ ലിമിറ്റും കാണും, ഒരു അപ്പർ ലിമിറ്റും കാണും. ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ f(x) ഫ്രം എ ടു ബി. കണ്ടോ, ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ്സിനുള്ളിൽ നമ്മൾ എടുക്കുന്ന ഇൻ്റഗ്രേഷനാണ് എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞേ. അടുത്ത് നോക്കിക്കേ, നൊട്ടേഷൻ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ f(x) dx is equal to കണ്ടോ f(x plus c). എപ്പോഴും ശ്രദ്ധിക്കണം, കണ്ടോ, നമ്മൾ എപ്പോഴും ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഒരു +c കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ഒരു പ്ലസ് കോൺസ്റ്റൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് d/dx ഓഫ് sin x എടുത്ത സമയത്ത് എന്താണെന്നറിയാമോ? ഡെറിവേറ്റീവ് ഓഫ് sin x എന്തായിരുന്നു? cos x. അത്രയും നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷൻ എടുക്കുകയാണ്, ഞാൻ പറയാം ഇൻ്റഗ്രൽ sin x എടുക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ sin x എന്താണെന്നറിയാമോ? എന്താണ്? -cos x ആണ്. -cos x എഴുതി അവിടെ വെച്ച് എനിക്ക് നിർത്താൻ പറ്റത്തില്ല. പകരം എന്ത് വേണം? ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ, അതായത് ഒരു ലിമിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി കൊടുക്കണം. കണ്ടോ, -cos x plus c അങ്ങനെയായിരിക്കും എഴുതുന്നത്. ഓക്കെ, അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഒപ്പം എപ്പോഴും ഒരു c കൂടി ഉണ്ടാവും. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷൻ നോക്കുക, ചിലപ്പോൾ c ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ നൊട്ടേഷൻ. എന്താണ്? ഇൻ്റഗ്രൽ f(x) dx is equal to f(x plus c). ഓക്കെ, ഇനി എന്താണ്? ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആ സമയം എന്തായിരിക്കും? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നോക്കിക്കേ, ഇൻ്റഗ്രൽ a to b f(x) dx is equal to കണ്ടോ, ഇൻ്റഗ്രൽ a to b f(x) dx. a to b f(x) ഞാൻ പറഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. a to b f(x) dx എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? f(b - f(a), അതായത് ഫംഗ്ഷൻ ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് ഫംഗ്ഷൻ ഓഫ് ലോവർ ലിമിറ്റ്, f(b - f(a). അങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? മൂന്നാമത് നോക്കിക്കേടാ,
ഗിവ്സ് എ ഫാമിലി ഓഫ് ഫങ്ഷൻസ്. അതായത് നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ റിസൾട്ട് എപ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്റഗ്രേഷൻ എടുക്കുന്ന എപ്പോഴും എന്തിനാണ്? നമ്മളൊരു ആന്റി ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ആ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും തിരിച്ചു കിട്ടുന്നത്? അതിന്റെ ആന്റി ഡെറിവേറ്റീവ് അല്ലേ? അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തന്നെയല്ലേ തിരിച്ചു കിട്ടുന്നത്? അതാണ് പറയുന്നത്. റിസൾട്ട് എന്തായിരിക്കും? ഗിവ്സ് എ ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് ആയിരിക്കും. ക്ലിയർ? ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലോ ഗിവ്സ് എ സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂ. കണ്ടോ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ട് ന്യൂമറിക് വാല്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്താ? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഓക്കെ എ ടു ബി ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ എ ടു ബിക്ക് പകരം എനിക്ക് ഒരു വാല്യൂ കൊടുക്കാം. ഇന്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് ഇങ്ങനെ കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറയുവാണ്. അതിൻ്റെ ആൻസർ വരുന്നത് x³ 3 + c എന്ന് വരും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ x² 3 എന്ന് വരും. എന്നിട്ട് എന്ത് വരും? ഇവിടെ ലിമിറ്റ് കൊടുക്കണം അല്ലേ? ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 to 3. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ്. കണ്ടോ? a to b അപ്പർ ലിമിറ്റ്, മുകളിലുള്ള ആളാണ് ബി. അതായത് എഫ് ഓഫ് 3. അപ്പോൾ എഫ് ഓഫ് 3 അല്ലേ ഇവിടെ വേണ്ടത്? അതായത് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2 എന്നാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് 3 അല്ലേ? അപ്പോൾ x³ എക്സിന് പകരം 3 അല്ലേ? 3³ മൈനസ് എന്തായിരിക്കും? എഫ് ഓഫ് എ 2³ അല്ലേ? 2³ 3 ദ ഹോൾ ക്യൂബ് അങ്ങനെയായിരിക്കും പോണത്. മനസ്സിലായത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞായിരിക്കും പോണത്. ക്ലിയർ? അതായത് നമുക്കിത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലി ഒരു ന്യൂമറിക്കലായിട്ടൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്കൊരു ഫംഗ്ഷനോ ഒരു എക്സ്പ്രഷനോ അല്ല കിട്ടുന്നത്. ക്ലിയർ? അതാണ് എന്ത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എപ്പോഴും നമുക്ക് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലോ നമുക്ക് എപ്പോഴും എന്താണ്? ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആയിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേടാ. അടുത്ത നോക്കിക്കേ, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. എന്താണ്? ഒരു ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എപ്പോഴും എന്ത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രലോ? യൂസ്ഡ് ടു ഫൈൻഡ് ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ അക്യുമുലേറ്റഡ് ക്വാണ്ടിറ്റി സച്ച് ആസ് ഏരിയ അണ്ടർ ദ കർവ് ഓർ ബിറ്റ്വീൻ സ്പെസിഫിക് ലിമിറ്റ്. കണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞു? ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്താണ്? എപ്പോഴും കറക്റ്റ് സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? ഇൻഡെഫിനിറ്റ് പോലെ അല്ല. അപ്പോൾ എന്തിനായിരിക്കും ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടൊരു വാല്യൂ അല്ലേ കിട്ടുന്നത്? അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ കർവ്, അല്ലെങ്കിൽ ഒരു വോളിയം ഓഫ് അല്ലേ? വോളിയം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ്? ഒരു ദ ക്വാണ്ടിറ്റി എക്സാക്ട് വാല്യൂ ബിറ്റ്വീൻ സ്പെസിഫിക് ലിമിറ്റ്, സ്പെസിഫിക് ലിമിറ്റുകൾക്കിടയ്ക്കുള്ള എക്സാക്ട് വാല്യൂ അതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് എന്താണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഓപ്പറേഷൻസ് അല്ലെ? നമുക്ക് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് എടുക്കാനല്ലേ അല്ലേ? അപ്പോൾ അതെല്ലാം പഠിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡെഫിനിറ്റ് ഇന്റഗ്രൽസിലേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേടാ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ഇനി നമ്മൾ പഠിച്ചു ഡെറിവേറ്റീവ്സിന്റെ കാര്യം പഠിച്ചു. ഡെറിവേറ്റീവ് നമ്മൾ എപ്പോഴും ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആവരുത്. അവിടെ ഇതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്ത്, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ തെറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം റൂൾസ് ഫോർ ഇന്റഗ്രേഷൻ. ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുവാണ്. ഇത്രയും നേരം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറഞ്ഞത്. ഇനി വളരെ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് റൂൾസ് ഫോർ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റൂളുകൾ. നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് റൂളുകൾ പഠിച്ചായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, റിഫ്രഷ് ചെയ്ത് നോക്കിക്കേ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മളൊരു പവർ റൂൾ പഠിച്ചു. പവർ റൂൾ അല്ലേ? പവർ റൂൾ പഠിച്ചു. എന്താണ്? ഇന്റഗ്രൽ x⁻n dx അത് വന്നാലുള്ള കാര്യം പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചേ? പിന്നെ നമ്മൾ അഡീഷൻ റൂൾ പഠിച്ചു, സബ്ട്രാക്ഷൻ റൂൾ പഠിച്ചു, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചേ? പിന്നെ നമ്മൾ രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള റൂൾ പഠിച്ചു. എന്തായിരുന്നു? പ്രോഡക്റ്റ് റൂൾ പഠിച്ചു. പിന്നെ കോഷ്യന്റ് റൂൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചേ?
പിന്നെ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചു. ഓക്കെ, ചെയിൻ റൂൾ കോമ്പോസിഷനിലാണ് പഠിച്ചത്. സോ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ഉണ്ട്, പക്ഷെ അതിൻ്റെ പേരുകൾ വ്യത്യാസമായിരിക്കും അല്ലേ, അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകൾ വ്യത്യാസമായിരിക്കും. ക്ലിയർ? നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ. എന്താണ് പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ? ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണെന്നറിയാമോ? അതിൻ്റെ ഫോർമുല പറയുവാണ്. എന്താ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. എന്താണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. കണ്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഞാൻ പറഞ്ഞു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്, എപ്പോഴും ഒരു പ്ലസ് സി കൂടെ ആഡ് ആയിക്കൊണ്ട് പോകണം. ക്ലിയർ? ഇനി നോക്കിക്കേടാ, നമ്മൾ എന്തായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താ നമ്മൾ പഠിച്ചത്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലെ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയിരുന്നു. പക്ഷേ ഇൻ്റഗ്രേഷൻ വന്നപ്പോൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി വന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഫസ്റ്റത്തെ പവർ റൂൾ മനസ്സിലായല്ലോ. പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ ആൻഡ് പവർ റൂൾ ഇൻ ഡെറിവേഷനും ഓക്കെ ആണല്ലോ. ക്ലിയർ? നോക്കിക്കേ, അടുത്തത് അഡീഷൻ റൂൾ. അഡീഷൻ റൂൾ എന്താണ്? അഡീഷൻ റൂള് നമ്മൾ പഠിച്ചു. നമ്മൾ ഡെറിവേഷനിൽ എന്താ അഡീഷൻ റൂൾ പഠിച്ചേ? രണ്ട് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞേ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എന്താ എഫ് ഡാഷ് എക്സ് പ്ലസ് ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഡാഷ് എക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ഡെറിവേഷന് പകരം ഇൻ്റഗ്രേഷൻ, അത്രയേ ഉള്ളൂ. എന്താണ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. വേറൊന്നുമില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്ത് വേണം? ഓരോ ടേംസിനെയും സെപ്പറേറ്റ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇൻ്റഗ്രേഷൻ കിട്ടും. അതാണ് ഇത് അഡീഷൻ റൂൾ എന്ന് പറയുന്നത്. എന്താണ് അഡീഷൻ റൂൾ? ക്ലിയർ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സബ്ട്രാക്ഷൻ റൂള് സെയിം തന്നെയാണ്, വേറൊന്നുമില്ല, പ്ലസിന് പകരം മൈനസ് വരുന്നേ ഉള്ളൂ. ഓക്കെ, സബ്ട്രാക്ഷൻ റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് സ്റ്റേറ്റഡ് ആസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻ്റഗ്രേഷൻ രണ്ട് ഫംഗ്ഷൻസിനെ അല്ലേ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടുപേരെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഡിഫറൻസിയേഷൻ പോലെ തന്നെയാണ്. അവിടെ ഡിഫറൻസിയേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ? അടുത്തത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എന്താണ്? ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ക്യാൻ ബി സ്റ്റേറ്റ്സ് ആസ് വാട്ട്? ഇൻ്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്താണ്? വേറൊന്നുമില്ലടാ, ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റിനെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതിയാവും. അത് നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഡെറിവേറ്റീവ് പഠിച്ചപ്പോഴും അങ്ങനെയല്ലേ പഠിച്ചത്? എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ, അങ്ങനെയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ മൂന്ന് റൂളുകളും ഇവിടെ സെയിം തന്നെയാണ്. അവിടെ യൂസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അവിടെ ഇൻ്റഗ്രേഷൻ ആണ്, ഇവിടെ ഡിഫറൻസിയേഷൻ ആണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. എന്താണ്? ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ്. ഓക്കെ, ഒരു 90% ആൾക്കാർക്കും ഈ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചു, അതിലെ ഫോർമുലാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് വന്ന് ഇൻ്റഗ്രേഷനിലോട്ട് വരുമ്പം എന്തായാലും ആദ്യം കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും, കുറച്ച് ഫോർമുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയും ചെയ്യും. സോ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ഈ ഫോർമുലാസ് നമ്മൾ എന്ത് വേണം? ബൈഹാർട്ട് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും പഠിക്കുക, ഇൻ്റഗ്രേഷനും പഠിക്കുക, ഡിഫറൻസിയേഷനും പഠിക്കുക. ക്ലിയർ? ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് എന്താണ്? ഫസ്റ്റത്തെ ഫോർമുല നോക്കിക്കേ, ഇൻ്റഗ്രൽ 1 ഡി എക്സ്. ഇൻ്റഗ്രൽ 1 ഡി എക്സ്, 1 ഇൻറ്റു ഡി എക്സ് എന്താണെന്നറിയാമോ? എന്താണ്? ഈക്വൽ ടു എക്സ് പ്ലസ് സി. എന്താണ്? എക്സ് പ്ലസ് സി. എക്സ് ആണ് ആൻസർ, അതിൻ്റെ കൂടെ എപ്പോഴും ഒരു സി കൂടി ഉണ്ടാവും. ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് ഒരു സി കൂടി ഉണ്ടാവും. സോ നമുക്ക് എന്ത് വന്നു? ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. നോക്കിയടാ, ഞാനിപ്പം ഇൻ്റഗ്രൽ 1 ഡി എക്സിന് പകരം ഡെറിവേറ്റീവ് ഓഫ് 1 ഡി എക്സ് എന്നായിരുന്നെങ്കിലോ?
d/dx ഓഫ് 1 ആയിരുന്നെങ്കിലോ എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടത്? 0 ആണ് അല്ലേ? എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ 1 d/dx ഓഫ് 1 2 3 എന്ത് വന്നാലും എന്തായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ ഇന്റഗ്രേഷനിൽ അങ്ങനല്ല, അതിന് വാല്യൂ ഉണ്ട്. ഇന്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ? 1 ഇൻറ്റു എക്സ്, ഡി എക്സിൻ്റെത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വരും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്തതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഫംഗ്ഷൻ കിട്ടുന്ന ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു ഡി എക്സ് എന്നല്ലേ? അതായത് ഇന്റഗ്രൽ ഡി എക്സ് എന്നല്ലേ സംഭവം? ഇന്റഗ്രൽ ഡി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡി എക്സിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? എക്സ് തന്നെയല്ലേ കിട്ടാനുള്ളത്? ഇന്റഗ്രൽ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് കിട്ടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. അത് ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കണേ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ്? d/dx ഓഫ് 1 എന്താണ്? 0 ആണ്. പക്ഷേ ഇന്റഗ്രൽ 1 dx എന്താണ്? എക്സ് ആണ്, 0 അല്ല. ക്ലിയർ? അത് ഓർത്തിരിക്കുക. അടുത്ത നോക്കിക്കേ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു എക്സ് പ്ലസ് സി ആണ്. ഓക്കെ. ഇനി ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്, അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ പവർ റൂൾ. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. കണ്ടോ, അത് ഡെറിവേറ്റീവ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ? d/dx ഓഫ് എക്സ് റേസ് ടു എൻ ആവുമ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. കണ്ടോ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആയിരിക്കും. ക്ലിയർ? അടുത്ത് നോക്കിക്കേടാ, ഇന്റഗ്രൽ 1/x dx. ഇന്റഗ്രൽ 1/x dx. 1/x dx എന്താണ്? നോക്കിക്കേ, ലോഗ് മോഡ് എക്സ് പ്ലസ് സി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ഇടയ്ക്ക് കയറി വരുന്നൊരു സാധനമാണത്. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. കണ്ടോ, ലോഗ് മോഡ് എക്സ് എന്തായി? ഡിനോമിനേറ്റർ. ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഡെറിവേറ്റീവ് ഓഫ് 1/x എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് 1/x d/dx ഓഫ് 1/x. 1/x ഞാൻ പറഞ്ഞു 1/x എക്സ് സ്ക്വയർ പോലത്തെ കുറച്ച് ഐഡന്റിറ്റീസിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. d/dx ഓഫ് 1/x എങ്ങനെയായിരുന്നു? 1/x വന്നാൽ നമുക്ക്, നിങ്ങൾക്കിപ്പം ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? 1/x നെ നമുക്ക് എന്തെഴുതാം? എക്സ് റേസ് ടു -1 dx എന്ന് എഴുതാം അല്ലേ? സോ എന്താണ്? d/dx ഓഫ് എക്സ് റേസ് ടു -1 n ഇൻറ്റു എൻ റേസ് ടു എൻ മൈനസ് n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ -1 ഇൻറ്റു എക്സ് റേസ് ടു -1 -1 ചെയ്ത ഓർമ്മയില്ലേ? -1 ഇൻറ്റു എക്സ് റേസ് ടു -2, അതായത് -1/x സ്ക്വയർ എന്ന് വരും. സോ ഡെറിവേറ്റീവ് ഓഫ് 1/x -1/x² ആയിരുന്നു. പക്ഷേ ഇന്റഗ്രൽ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് ആണ്. എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, ക്ലിയർ ആയി, അത് പോയി. അടുത്ത നോക്കിക്കേടാ, ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലും d/dx ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അതാണ് ആകെ ഉള്ള ഒരു സമാധാനം അല്ലേ? ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താലും ഇന്റഗ്രേഷൻ എടുത്താലും സെയിം വാല്യൂ തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. പിന്നെന്താണ്? ഇന്റഗ്രേഷൻ വരുമ്പോൾ ഒരു പ്ലസ് സി കൂടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. ക്ലിയർ? അടുത്ത നോക്കിക്കേ, ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ്. ഇപ്പൊ എ റേസ് ടു എക്സ് ഡി എക്സ് ഫോമിൽ വന്നാൽ എന്ത് വരും? എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് വരും. ഇതാണ് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് വരും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോമുലയാണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി, വേർ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു d/dx ഓഫ് എഫ് ഓഫ് എക്സ്. നോക്കിക്കേ, നിങ്ങൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നന്നായിട്ട് നോക്കും, നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുന്ന എന്താണെന്ന് നോക്കും. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. കണ്ടോ, എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. കണ്ടോ, ആ ഒരു ഫോമിൽ വന്നാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്, അങ്ങനൊരു ഫോമിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, കണ്ണുടച്ച് എന്തെഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ എഴുതുക, പ്ലസ് സി കൊടുക്കുക. കണ്ടോ,
എന്താണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഇ തന്നെ ആയിരിക്കും. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇൻ്റഗ്രൽ ഞാൻ പറയുകയാണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത് കണ്ടോ, ഇ റേസ് ടു എക്സിൻ്റെ എക്സ് സ്ക്വയർ ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ എക്സ് സ്ക്വയർ തന്നെയാണ് അല്ലേ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും, എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും കണ്ടോ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. അടുത്തത് ഇനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിപ്പോവാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷൻ്റെ ട്രിഗണോമെട്രിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ ഉള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് നോക്കിക്കേ. ഇൻ്റഗ്രേഷൻ ഫോർമുല ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ ഫോർമുലാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കിക്കേടാ, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് നിൽക്കട്ടെ, നമ്മൾ കോസ് എക്സ് ആണ് നിൽക്കട്ടെ, നമ്മൾ ആദ്യം സൈൻ എക്സ് അല്ലേ പഠിക്കുന്നത്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. നമ്മൾ പഠിച്ചു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആയിരുന്നു. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചത്. പക്ഷേ ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ നേരെ അങ്ങ് തിരിയും. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ എക്സ് പ്ലസ് സി ആണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു. പക്ഷേ ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. അടുത്തത് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ എക്സ് പ്ലസ് സി ആണ്. എന്താണ് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് സി ആണ്. എന്താണ് നിങ്ങൾ ആലോചിക്കുക, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്തായിരുന്നടാ, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് അല്ലേ സീക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് വന്നാൽ എന്താവും, അത് ടാൻ എക്സ് ആവും. ഓക്കെ, അപ്പോൾ അതും കിട്ടിയല്ലോ. അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ, അത് കൊസീക് സ്ക്വയർ എക്സ് എന്ന്. അപ്പം ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഒരു എന്താണ് വേറെ ഒരു കോംപ്രമൈസും ഇല്ല, കാണാതെ പഠിക്കാനുള്ളത് തന്നെയാണ്. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, എല്ലാ ഫോർമുലാസും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനും പറ്റും. ഇനി എന്താണ് ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. സീക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക് എക്സ് പ്ലസ് സി ആണ്. അതായത് സീക് എക്സ് പ്ലസ് സിയുടെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സീക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് വന്നാൽ സീക് എക്സ് പ്ലസ് സി വരും. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് പ്ലസ് സി ആണ്. ഇനി ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇനി നോക്കണേടാ, ഇനി ശ്രദ്ധിക്കണേ, ഇനിയുള്ളത് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആണെങ്കിൽ സീക് സ്ക്വയർ എക്സ് എഴുതായിരുന്നു. പക്ഷേ ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞ് വന്നാൽ ലോഗ് മോഡ് സീക് എക്സ് ആണ്. എന്താണ് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് സി ആണ്. അടുത്തത് ഇൻ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ്. കോട്ടെക്സ് ഡി എക്സ് ആകുമ്പോഴോ ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. എന്താണ് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ സീക് എക്സ് ഡി എക്സ് വന്നാൽ ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് വന്നാൽ ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, സോ ഇതെല്ലാം പഠിച്ചിരിക്കുക. അടുത്തത് ഇൻ്റഗ്രേഷൻ ഫോർമുല ഫോർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഉള്ള എന്ത് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ആണ്. ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ 1/√(1 - x). കണ്ടോ, ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ ഇൻ്റഗ്രൽ 1/√(1 - x² dx കണ്ടാൽ അതിൻ്റെ അർത്ഥം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ 1/√(1 - x² കണ്ടാൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചേ പറ്റൂ, ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ കയറി വരാം. അടുത്തത് ഇൻ്റഗ്രൽ -1/√(1 - x² എന്ന് കണ്ടാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ -1/√(1 - x² കണ്ടാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, അടുത്തത്
അടുത്തത് ഇന്റഗ്രൽ 1/√(1 + x² dx = tan ഇൻവേഴ്സ് x+. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇടയിൽ കാണുന്നതാണ്. ഇത് മറക്കരുത്. ഓക്കെ, എന്താണ് ഇന്റഗ്രൽ 1/1 + x², 1/√ ഒന്നുമില്ല. ഇന്റഗ്രൽ 1/1 + x² dx എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x + c ആണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ ഫോമുലയും ഇന്റഗ്രൽ 1/√(1 - x² dx എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x + c ആണ്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ കോസ് ഇൻവേഴ്സ് വരുമ്പോൾ അവിടെ ഒരു എന്താണ് മൈനസ് വരുമെന്നേ ഉള്ളൂ. -1/√(1 - x² dx വരുമ്പോൾ കോസ് ഇൻവേഴ്സ് x ആവും. അത്രേ ഉള്ളൂ. ഒരു പ്ലസിൻ്റെയും മൈനസിൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. ഈ ഫോമുലാസ് ഇപ്പം തന്നെ പഠിച്ചു പോണേ, എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. ബാക്കി നേരത്തെ പഠിച്ചതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഒക്കെ. പക്ഷേ ഇതിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെക്കോ. അടുത്തത് -1/1 + x². അപ്പോൾ എന്തായിരിക്കും ഇവിടെ 1/1 + x² dx tan ഇൻവേഴ്സ് x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ -1/1 + x² dx ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ കോട്ട് ഇൻവേഴ്സ് x + c ആയിരിക്കും. എന്താണ്? കോട്ട് ഇൻവേഴ്സ് x + c ആയിരിക്കും. ഇനി ഇന്റഗ്രൽ 1/x√(x² - 1) കണ്ടോ, ഒരു x കൂടി ഉണ്ട്. ഇന്റഗ്രൽ 1/x√(x² - 1) ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, dx = sec ഇൻവേഴ്സ് x + c. കണ്ടോ, sec ഇൻവേഴ്സ് x + c ആണ്. അടുത്തത് ഇന്റഗ്രൽ -1/x√(x² - 1) dx എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് x + c ആണ്. എന്താണ്? കൊസീക് ഇൻവേഴ്സ് x + c. ഇവിടെ ശ്രദ്ധിക്കുക, അതിന്റെ കോ ഫംഗ്ഷൻ അല്ലെ, ഫംഗ്ഷനും കോ ഫംഗ്ഷനും ആണ് ഒരു മൈനസിന്റെ വ്യത്യാസം വരുന്നത്. ഫംഗ്ഷനും കോ ഫംഗ്ഷനും ഇവിടെ കണ്ടോ, 1/x√(x² - 1) dx എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് x ആണ്. അതുപോലെ ഇന്റഗ്രൽ -1/x√(x² - 1) എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് x ആണ് കേട്ടോ. സീക്കും കൊസീക്കും കോ ഫംഗ്ഷൻസ് അല്ലേ, അവർ തങ്ങളിലാണ് എന്ത് ഒരു മൈനസിന്റെ വ്യത്യാസം വന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. അപ്പൊ സീക്കോ കൊസീക്കോ ഏതെങ്കിലും ഒരെണ്ണം വരുന്ന പഠിച്ചു വെക്കുക, മറ്റത് അതിന്റെ മൈനസ് വരുന്നതാണെന്ന് ആലോചിക്കുക. ഇനി അതുപോലെ മുകളിൽ നോക്കിക്കുക, സൈനിന്റെ കേസ്, സൈനും കോസും അതുപോലെ കോ ഫംഗ്ഷൻസ് അല്ലേ. സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈനിന്റെ കോ ഫംഗ്ഷൻ. കൊസൈൻ ആണ് കോസ് നമ്മൾ പറയുന്നത് കേട്ടോ. കൊസൈനെയാണ് നമ്മൾ കോസ് എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ. അപ്പോൾ സൈനിൽ വരുമ്പോൾ 1/√(1 - x² ആണ് സൈൻ ഇൻവേഴ്സ് x. പക്ഷേ കോസിൽ വരുമ്പോഴോ -1/√(1 - x² ആണ്. അപ്പോൾ അവിടെ സൈനിലും കോസിലും ഒരു മൈനസിന്റെ വ്യത്യാസം വന്നു. ഇനി ടാനിനും കോട്ടിലും കണ്ടോ, ടാനിന്റെ കോ ഫംഗ്ഷൻ ആണ് ടാൻ. കോട്ട് എന്ന് പറഞ്ഞാൽ കോ ടാൻജന്റ് ആണ്. ടാൻ ടാൻജന്റ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ്, കോ ഫംഗ്ഷൻസ് ആണ്. ടാൻ വന്നപ്പോൾ 1/√1 ഇല്ല, 1/1 + x² dx ആണ് ടാൻ ഇൻവേഴ്സ് x. സോ -1/1 + x² ആണ് കോട്ട് ഇൻവേഴ്സ് x എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കോ ഫംഗ്ഷൻസ് രണ്ടിലുമാണ് ഈ മൈനസിന്റെ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോണേ, കൂടെ തന്നെ പഠിച്ചു പോണേ. അപ്പം നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേഷൻ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അത് നന്നായിട്ട് അങ്ങ് തറവാക്കുക, അതിനുശേഷം ഇത് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇൻകം മെത്തേഡിൽ നമ്മൾ കുറച്ച് അഡീഷണൽ ഫാക്ട്സ് കൂടി മനസ്സിലാക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. നമ്മൾ ഈ ഫാക്ടർ പേയ്മെന്റിന് നമ്മൾ എന്താണ് കോമൺ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, എന്ത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന്. ഇതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. ചിലപ്പോൾ ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ടാണ് ഇത് കൂടി ആഡ് ചെയ്തത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫാക്ടർ പേയ്മെന്റ്സിനെ എന്തായിട്ട് എടുത്ത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞത്. ഇനി അതുകൂടാതെ ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. നോക്ക്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഇതിനെയാണ് നമ്മൾ നേരത്തെ എന്തെന്ന് പറഞ്ഞത്, വേജസ് എന്ന് പറഞ്ഞത്. അവിടെ കോമൺ ആയിട്ട് എന്തെന്ന് പറഞ്ഞത്, വേജസ് ആൻഡ് സാലറീസ് അല്ലെ, വേജസ് W എന്ന് നമ്മൾ പറഞ്ഞത്, W. പക്ഷെ ഇതിനെ അറിയപ്പെടുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നും അറിയപ്പെടും. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നും ഇത് വിളിക്കും. എംപ്ലോയീസിന് കൊടുക്കുന്ന തൊഴിലാളികളുടെ കോമ്പൻസേഷൻ. നോക്ക്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഇൻ ക്യാഷ്, ഇൻ കൈൻഡ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. അപ്പം മറക്കാതെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ വേജസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ വേജസിനെയാണ് നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. അത് നമുക്ക് എന്തെന്ന് പറയാം, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയാം. അപ്പോൾ ഈ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ.
അല്ലേ? കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ആണ്, പ്രതിഫലമാണ്, ടോട്ടൽ അല്ലേ പ്രതിഫലമാണ്. ഏത് രൂപത്തിൽ? ഇൻ ക്യാഷ്, ക്യാഷിന്റെ രൂപത്തിൽ കിട്ടുന്നു. ഇൻ കൈൻഡ്, സാധനങ്ങളുടെ രൂപത്തിൽ കിട്ടുന്നു. ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഏത്? സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, സാമൂഹിക സുരക്ഷാ സംഭാവന. നമ്മുടെ സോഷ്യൽ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, ആ രൂപത്തിൽ കിട്ടുന്നു. ഇതാണ് എന്ത്? ഇങ്ങനെ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു വർക്കറിന്, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ കോമൺ ആയിട്ട് വേജസ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല? അവിടെ നമ്മൾ കോമൺ ആയിട്ട് വേജസ്, നമ്മൾ പറയാൻ എളുപ്പത്തിന് വേജസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെ ചേരുന്നതാണ്? റെമ്യൂണറേഷൻ ഇൻ ക്യാഷ്, ക്യാഷിന്റെ രൂപത്തിലുള്ള റെമ്യൂണറേഷൻ ഉണ്ട്. തൊഴിലാളികൾക്ക് പിന്നെ എന്താണ്? സാധന രൂപങ്ങളിൽ എന്ത് കിട്ടുന്നുണ്ട്? ആ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഫോം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, അല്ലെ? TA, DA ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ടല്ലോ, ആ രൂപത്തിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, വേജസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേജസ് ഇൻ ക്യാഷ് മോണിറ്ററി ബെനിഫിറ്റ്സ്, പണപരമായ നേട്ടമാണ്, മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ലൈക്ക് ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, DA, ബോണസ്, കമ്മീഷൻ, ഹൗസ് റെന്റ് അലവൻസ് എക്സെട്ര. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് എല്ലാം കിട്ടൂല ആ ജോലിയിൽ നിന്ന്. ഏതൊക്കെയാണ്? പിന്നെ ബേസിക് പേ, നിങ്ങൾക്കൊരു ബേസിക് പേ ഉണ്ടാകും, ഡിയർനെസ് അലവൻസ് DA ഉണ്ടാകും, ബോണസ് ഉണ്ടാകും, കമ്മീഷൻ ഉണ്ടാകും, ഹൗസ് റെന്റ് അല്ലേ, HR ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? വേജസ്. ഇതെല്ലാം മോണിറ്ററി ആയിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് വേജസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്. വേജസ് ഇൻ ക്യാഷ് ഇതെന്താണ്? കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി വേജസ് ഇൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേജസ് ഇൻ കൈൻഡ്, ദീസ് ആർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇതെന്താണ്? മോണിറ്ററി അല്ല, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ലൈക്ക് ഏതൊക്കെയാണ്? റെന്റ് അല്ലെ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇപ്പോൾ ഒരു ചില സ്ഥാപനങ്ങൾ എന്താണ്, അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. സ്ഥാപനം പിന്നെ എംപ്ലോയീസിന് അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കും, അതിന് അവർക്ക് ക്വാർട്ടേഴ്സ് ഒക്കെ അനുവദിക്കും. റെന്റ് വേണ്ട, കമ്പനി തന്നെ വഹിച്ചോളും. അതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഇമ്പ്യൂട്ടർ റെന്റിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്വന്തം വീട്ടിനും ഇമ്പ്യൂട്ടർ റെന്റ് ഉണ്ട്. അതുപോലെ അവിടെ എന്തുണ്ട്? ഒരു ഇമ്പ്യൂട്ടർ റെന്റ് ഉണ്ട് ഇല്ലേ? നമ്മൾ റെന്റ് കൊടുക്കുന്നില്ല, പക്ഷെ അവിടെ റെന്റ് ഉണ്ട്, അത് പരിഗണിക്കപ്പെടണം. അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ അവിടെ എന്താണ്? അവർക്ക് പിന്നെ ഇവിടെ എന്താണ്? മോണിറ്ററി ആയിട്ടല്ല അവിടെ പ്രതിഫലം കിട്ടിയത്. ഇവിടെ ഏത് രൂപത്തിലാണ്? അക്കോമഡേഷൻ്റെ രൂപത്തിലാണ്, ഒരു സാധനത്തിന്റെ രൂപത്തിലാണ് കിട്ടുന്നത്. അതാണ് വേജസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്നു. വെഹിക്കിൾ അല്ലെ, വെഹിക്കിൾ ഫോർ പേഴ്സണൽ യൂസ്, അവരുടെ പേഴ്സണൽ യൂസിന് എന്ത് കിട്ടും? വെഹിക്കിൾ, വാഹനങ്ങൾ. ഇപ്പോൾ ഒരു പിന്നെ ലെവൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് എന്ത്? സ്വന്തം വാഹനങ്ങൾ അല്ലെ, കമ്പനി തന്നെ വാഹനം അനുവദിച്ചു കൊടുക്കും. അപ്പോൾ അതെന്താണ്? ഇതൊക്കെ സാധനങ്ങളുടെ രൂപത്തിൽ, കൈൻഡ് രൂപത്തിലുള്ള വേജസ് ആണ്. മനസ്സിലായല്ലോ? അതാണ് വേജസ്. അതിനെ എന്തായിട്ട് പരിഗണിക്കുന്നു? വേജസ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ നമ്മൾ ആ വേജസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോണിറ്ററി മാത്രമല്ല, മോണിറ്ററി ടേംസിലുള്ള റെമ്യൂണറേഷനും ഉണ്ട്, അതുപോലെ വേജസ് ഇൻ കൈൻഡ് സാധനങ്ങളുടെ രൂപത്തിലുള്ളതുമുണ്ട്. ഇനി പിന്നെ വേജസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? വേറെ എന്തുകൂടെ വരും? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. എംപ്ലോയേഴ്സ്, തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ. എന്തിലുള്ള കോൺട്രിബ്യൂഷൻ? ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ എന്ന് വെച്ചാൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി, തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടി കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ മേഡ് ടു പ്രോവിഡന്റ് ഫണ്ട്. അവർ പ്രോവിഡന്റ് ഫണ്ട് PF നമ്മുടെ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, അതുപോലെ ആരുടെ? എംപ്ലോയറിന്റെ, ഫേമിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അതൊക്കെ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ ഗ്രാറ്റുവിറ്റി, റിട്ടയർമെന്റ് പെൻഷൻ അല്ലേ, ഇതൊക്കെ എന്താണ്? ആ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. റിട്ടയർമെന്റ് പെൻഷൻ അവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇത് മൂന്നും കൂടി, വേജസ് ഇൻ ക്യാഷ്, വേജസ് ഇൻ കൈൻഡ്, അതുപോലെ എംപ്ലോയേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, അതിനെയാണ് നമ്മൾ വേജസ് എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഓർക്കുക, ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇതുപോലെ എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേജസിന് തന്നെ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, ഇനി മറ്റൊന്നാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. ഈ ഇൻകം മെത്തേഡ് അനുസരിച്ച് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിനെ പോലെ മറ്റൊരു ഫാക്ടറാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് സർപ്ലസ് നമുക്ക് നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന്. ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഈസ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് ഏതൊക്കെയാണ്? റെന്റ് വരുന്നുണ്ട്,
റോയൽറ്റി വരുന്നുണ്ട്. റോയൽറ്റി അല്ലേ, റോയൽറ്റി ഇനത്തിൽ ഇപ്പം നിങ്ങളൊരു ബുക്ക് എഴുതുന്നു, ആ ബുക്കിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ മറ്റൊരു പ്രസാധകർ ഇത് എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്, നിങ്ങളുടെ റോയൽറ്റി ഇനത്തിൽ നിങ്ങൾക്ക് വരുമാനം വരും അല്ലേ, റോയൽറ്റി ഉണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ്, പലിശ, ഇതൊക്കെയാണ് എന്ത്, പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അതെന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. ഇൻകം ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, റെന്റ്, റോയൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി എന്താണ്, ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്. ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്, ഒരു ഓൺട്രപ്രണർക്ക് അല്ലെ, ഒരു സംരംഭകന് കിട്ടുന്ന ഇൻകം. ഏതാണത് പറയുന്നത്, പ്രോഫിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേജസ്, ഇൻട്രസ്റ്റ്, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതിനകത്ത് വേജസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, വേജസ് ഇൻ കൈൻഡ്, വേജസ് ഇൻ ക്യാഷ്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം വേജസ് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ റെന്റിനും പ്രോഫിറ്റിനും ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റെന്റിനെയും പ്രോഫിറ്റിനെയും കൂടെ ചേർത്താണ് എന്തെന്ന് വിളിക്കുന്നത്, ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെന്റിനെയും പ്രോഫിറ്റിനെയും കൂടെ ചേർത്ത് എന്തെന്ന് വിളിക്കുന്നു, ഓപ്പറേറ്റിംഗ് സർപ്ലസ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഉണ്ടെങ്കിൽ ഓർക്കുക, അത് ഏതൊക്കെയാണ്, റെന്റും പ്രോഫിറ്റുമാണ്. അപ്പോൾ ഇവിടെ നോക്ക്, അതെങ്ങനെയാണ് കിട്ടുന്നത്, ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഈസ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്. അത് ഏതൊക്കെ വരും, റെന്റ് മാത്രമല്ല, റെന്റ് ഉണ്ട്, റോയൽറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. അതുകൂടാതെ എന്താണ്, ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്. ഒരു ഓൺട്രപ്രണർക്ക്, ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ഇൻകം, അതേതാണ്, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, അതിനകത്ത് പലതരത്തിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഡിവിഡൻസ്, ഡിവിഡൻഡ് വരുന്നുണ്ട്. കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ടാക്സ്. അപ്പോൾ അതൊരു സംശയം വരുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ആകുന്നതെന്ന്. കാരണം എന്താണ്, ഈ ടാക്സ് കൊടുക്കുന്ന ഏതിൽ നിന്നാണ്, ഒരു ഫേമിന് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ആണ് ഏത്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് കോർപ്പറേഷൻ സേവിങ്സ്, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ആ സ്ഥാപനം സേവിങ്സ് നടത്തുന്നു, അതാണ് കോർപ്പറേഷൻ സേവിങ്സ്. അപ്പോൾ ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് അവരുടെ പ്രോഫിറ്റ്. കാരണം ഇത് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഒരു സബ് ഡിവിഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്. ദീസ് ആർ കാൾഡ് പ്രോഫിറ്റ്സ്. ആർക്ക് കിട്ടുന്നതാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഒരു ഓൺട്രപ്രണറുടെ ഇൻകമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, റെന്റ് വരുന്നുണ്ട്, റോയൽറ്റി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്. ക്ലിയർ അല്ലേ. ഇതാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇത് ഇൻകം മെത്തേഡിൽ പരിഗണിക്കുന്നു. നമ്മൾ നേരത്തെ എന്തായിട്ട് എടുത്തുള്ളൂ, വേജസ്, റെന്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തുള്ളൂ. പക്ഷേ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. ഇനി മറ്റൊരു കമ്പോണന്റ് ആണ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ മിക്സഡ് ഇൻകം. മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നില്ലേ, അവരുടെ വരുമാനമാണ് മിക്സഡ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കും വരുമാനം ഉണ്ടല്ലോ, അതാണ് മിക്സഡ് ഇൻകം. നോക്കാം എന്താണ്, ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഒരു സംരംഭം ഒരാൾ ആരംഭിക്കുന്നു, അവർ തന്നെ അവിടെ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു, ആണ് സെൽഫ് എംപ്ലോയിഡ്, അതാണ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. സ്വയം ജോലി ചെയ്യുന്നു, ഒരു സംരംഭം ആരംഭിച്ചിട്ട് അവർ തന്നെ അവരുടെ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു, ആണ് ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. അതാണ് മിക്സഡ് ഇൻകം. ആരൊക്കെ വരും അതിനകത്ത്, ഫാർമേഴ്സ്, സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു, ഡോക്ടേഴ്സ്, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്നു, ഒരു ഹോസ്പിറ്റൽ ഇട്ടിരിക്കുന്നു, ബാർബേഴ്സ് അല്ലേ, സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നു. ഇതാണ് ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. അതുകൂടാതെ പിന്നെ എന്ത് വരുന്നുണ്ട്, ആൻഡ് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ്. അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് അല്ലാത്ത, കോർപ്പറേറ്റ് സ്വഭാവം ഇല്ലാത്ത എന്റർപ്രൈസസ്. കോർപ്പറേറ്റ് സ്വഭാവം എന്താണ്, ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളും, വലിയ ബിൽഡിങ്, വലിയ സ്ഥാപനം, ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ കാണും. ഇത് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ് എന്ന് വെച്ചാൽ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി എന്താണ് ഒരു സ്ഥാപനം ആരംഭിച്ചു, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഫേം ആരംഭിച്ചിരിക്കുന്നു, അതാണ് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ്. ഏതൊക്കെയാണ്, സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, ചെറിയ കച്ചവടക്കാരുണ്ടല്ലോ, കച്ചവടക്കാർ സ്വയം ഒരു സ്ഥാപനം തുടങ്ങി അവർ കച്ചവടം നടത്തുന്നു. റിപ്പയർ ഷോപ്സ്, ഈ വർക്ക്ഷോപ്പുകൾ, സ്വന്തമായിട്ടിട്ടിരിക്കുന്ന വർക്ക്ഷോപ്പുകൾ, റിപ്പയർ ഷോപ്പുകൾ, ഈ അതുപോലെ എന്താണ് എന്താണ് തട്ടാക്കട എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഇട്ടിരിക്കുന്ന റിപ്പയർ ഷോപ്പ്. അതുപോലെ വാച്ച് റിപ്പയറിങ്, അതുപോലെ മെക്കാനിക്ക്, സ്വയം എന്താണ് നടത്തുന്ന മെക്കാനിക്ക്. ഇവരൊക്കെ എന്താണ് ഈസ് നോൺ ആസ് മിക്സഡിങ്. ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനമാണ് മിക്സഡ്. ഇവരൊക്കെ എന്താണ് സെൽഫ് എംപ്ലോയിഡിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ് അല്ലേ. ആരൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ്, ഫാർമേഴ്സ്, ഡോക്ടേഴ്സ്, ബാർബേഴ്സ്, അതുപോലെ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, റിപ്പയർ ഷോപ്സ് നടത്തുന്നവർ, ഇവരൊക്കെ എന്താണ് മെക്കാനിക്കുകൾ, ഇവരൊക്കെ എന്താണ് ആ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകത്തെ പറയുന്നത് എന്താണ്,
മിക്സഡ് ഇൻകം എന്നാണ്. ആ മിക്സഡ് ഇൻകം കൂടി എവിടെ ഉൾപ്പെടുത്തുന്നു? ഇൻകം മെത്തേഡ് അനുസരിച്ച് GDP-യിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ മിക്സഡ് ഇൻകത്തിന് കൃത്യമായ ഡേറ്റ അവൈലബിൾ അല്ല. കാരണം എന്താ? ഇവർക്ക് പ്രോപ്പർ അക്കൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ അവിടെ എന്ത് കാണും? അവിടെ എന്താണ്? റെക്കോർഡ്സ് കാണും, അക്കൗണ്ട് ബുക്കുകൾ കാണും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു മെക്കാനിക്ക് അയാൾക്ക് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും കാണില്ല. ഒരു ഷോപ്പ് നടത്തുന്ന ആൾ, ഒരു ഫാർമർ, ഒരു ബാർബർ, അദ്ദേഹത്തിന് എന്താണ്? അക്കൗണ്ടിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്താണ്? ഒരു ഏകദേശ കണക്കനുസരിച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാണ് അതുകൊണ്ട് എടുത്ത് പറയുകയാണ് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ്. അപ്പോൾ ഇതാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് ഇൻകം എന്താണ്? ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. ഏതൊക്കെയാണ്? ഫാർമേഴ്സ്, ഡോക്ടേഴ്സ്, ബാർബേഴ്സ്, അവരുടെ ഇൻകം. അതുപോലെ എന്താണ്? അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് അല്ലാത്ത സാധാരണ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്വയം സ്ഥാപനങ്ങൾ നടത്തുന്നു. അതാണ് സ്മാൾ ഷോപ്പ് കീപ്പേഴ്സ്, റിപ്പയർ ഷോപ്സ്, ഇതൊക്കെയാണ്. അതുപോലെ ബ്ലാക്ക് സ്മിത്ത്സ്, ഇവരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇവർക്ക് കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ് മിക്സഡ് ഇൻകം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നാണ് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം മെത്തേഡിൽ പരിഗണിക്കുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, അതിലെന്ത് പറഞ്ഞു? വേജസ് വരുന്നെന്ന് പറഞ്ഞു. ആ വേജസ് പലതരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഓപ്പറേറ്റിംഗ് സർപ്ലസ്, അതിനകത്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏത് വരുന്നത്? റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറഞ്ഞു മിക്സഡ് ഇൻകം കൂടി വരുന്നത്. സെൽഫ് എംപ്ലോയിഡിന് കിട്ടുന്ന ഇൻകം കൂടി ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൽ പരിഗണിക്കപ്പെടാത്ത ഘടകങ്ങൾ. അതായത് ഇൻകം മെത്തേഡ് അനുസരിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സാണ്, അതായത് ഇൻകത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യപ്പെടാത്തത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെയാലോ? ഒന്ന് ട്രാൻസ്ഫർ ഇൻകം. ഒന്നേതാണ്ടേ ട്രാൻസ്ഫർ ഇൻകം, മാറ്റ വരുമാനം എന്തിൽ വരില്ല? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്, നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പറഞ്ഞു ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. കാരണം അത് പേയ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു? ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചാരിറ്റിക്ക് ഡൊണേഷൻ കൊടുക്കുന്നു. അത് നമ്മുടെ ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. പക്ഷേ അവിടുന്ന് റിട്ടേൺ കിട്ടാത്തത് കൊണ്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് അവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പരിഗണിച്ചില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, ഗവൺമെൻറ് സ്കോളർഷിപ്പ് വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ട്രാൻസ്ഫർ ഇൻകം ആണ്. ഗവൺമെൻറ് സംബന്ധിച്ച് അത് എക്സ്പെൻഡിച്ചർ ആണ്, ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ആ പേയ്മെൻ്റ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും എവിടെ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരില്ല. ഇവിടെ ട്രാൻസ്ഫർ ഇൻകം എന്ന് ഉൾപ്പെടുത്താൻ കാരണം ഇൻകം സൈഡ് ആയതുകൊണ്ടാണ്. ഇൻകം സൈഡിൽ ട്രാൻസ്ഫർ ഇൻകം എവിടെ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരില്ല. എക്സ്പെൻഡിച്ചർ സൈഡ് ആണെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എവിടെ വരുന്നില്ല? നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അപ്പോൾ ട്രാൻസ്ഫർ ഇൻകം. അടുത്ത ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. കണ്ടോ? ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഇപ്പോൾ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതിൽ വരില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ? വാങ്ങുമ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ആ എക്സ്പെൻഡിച്ചറും പരിഗണിക്കപ്പെടുകയില്ല. പക്ഷേ ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉണ്ടാകുന്ന വരുമാനവും ചിലവും എവിടെ വരില്ല? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ്. കണ്ടോ? ഷെയർസും ബോൺസും വിൽക്കുമ്പോഴുള്ള ഇൻകം, കിട്ടുന്ന ഇൻകം ഇതിൽ നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കുന്നില്ല. വിൻഡ് ഫാൾ ഗെയിൻസ്. എന്താണ് ഈ വിൻഡ് ഫാൾ ഗെയിൻസ് എന്ന് വെച്ചാൽ? ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലോട്ടറിയൊക്കെ അടിക്കുന്ന പണം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള പണം, അതാണ് വിൻഡ് ഫാൾ ഗെയിൻസ് എന്ന് പറയുന്നത്. അത് എന്തിൽ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അതുപോലെ ഈ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഈ ഷെയർസും ബോൺസിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടുന്നു, അതൊക്കെ വിൻഡ് ഫാൾ ഗെയിൻസിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഷെയർസ്, അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഷെയർസിൻ്റെ ബോൺസിൻ്റെ വില പരിഗണിക്കപ്പെടാത്തത്. വിൻഡ് ഫാൾ ഗെയിൻസ്, ഈ ലോട്ടറി അടിക്കുന്ന പൈസ, അങ്ങനെയുള്ള പൈസകളൊന്നും ഇതിൽ വരില്ല. ഇല്ലീഗൽ ഇൻകംസ്, നിയമവിരുദ്ധമായ സ്മഗ്ലിങ്ങിലൂടെയും അങ്ങനെയുള്ള വരുമാനം പരിഗണിക്കപ്പെടുന്നില്ല. അടുത്തത് പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്. പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്, നമ്മുടെ അക്യുമുലേറ്റഡ് സേവിങ്സ്, അതായത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പൈസ സേവിങ്സ് അക്യുമുലേറ്റ് ചെയ്തുണ്ടാകുന്ന പിന്നെന്താണ്? ഒരു അസറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പുറത്ത് നടത്തുന്ന പേയ്മെൻറ്റ്, എക്സാമ്പിൾ പേയ്മെൻറ്റ് ലൈക്ക് ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെ എന്താണ്? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. അതായത് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്. ഇപ്പോൾ നമ്മുടെ വെൽത്ത്, ഇപ്പോൾ എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഞാൻ കുറേ കാലം എന്താണ് എടുത്ത് സേവിങ്സ് നടത്തി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇയർ ഉള്ളതല്ലേ? കറണ്ട് ഇൻകമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. കറണ്ട് ഇൻകം അതായത് ഒരു വർഷത്തെ, ഒരു സാമ്പത്തിക വർഷത്തെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഈ അക്യുമുലേറ്റഡ് സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്?
സേവിങ്സ് നടത്തി എന്ത് ചെയ്യുന്ന അക്യുമുലേറ്റ് ചെയ്ത് ഒരു വെൽത്ത് ഉണ്ടാകുന്ന സേവിങ്സ് ഉണ്ടാകുന്നത് അല്ലേ. അത് നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത് ആൾറെഡി നമ്മൾ എന്താണ് ഓരോ വർഷവും നമ്മൾ സേവിങ്സ് അതവിടെ എന്താണ് ഇൻകത്തിൻ്റെ ഭാഗമായിരുന്നു, അവിടുത്തെ ഇൻകത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ് അങ്ങനെ സേവ് ചെയ്താണ് നമ്മൾ അക്യുമുലേറ്റഡ് ഇൻകം ആയത്. അപ്പോൾ അക്യുമുലേറ്റഡ് ഇൻകം ആയപ്പോൾ അതിൻ്റെ ഓരോ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആ അക്യുമുലേറ്റഡ് സേവിങ്സിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് വെൽത്തിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്തിൽ വരില്ല, നാഷണൽ ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനത്തിൽ പരിഗണിക്കുന്നില്ല. എക്സാമ്പിൾ പേയ്മെൻറ്റ് ലൈക്ക് ഗിഫ്റ്റ് ടാക്സ്. കാരണം നമ്മളെന്താണ് നമ്മുടെ അസറ്റ് ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഗിഫ്റ്റ് ടാക്സ് കൊടുക്കുന്നത്. അതുപോലെ വെൽത്ത് ടാക്സ് ഇതൊന്നും ഇവിടെ നമ്മളെ വെൽത്തിൻ്റെ ഒരു ടാക്സ് അക്യുമുലേറ്റഡ് വെൽത്താണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ഒന്നും എന്തിൽ വരുന്നില്ല, ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ. അതുപോലെ ഇൻഡയറക്റ്റ് ടാക്സ് GST ഉണ്ടല്ലോ, അതുപോലെ സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് ഇതൊന്നും ദേശീയ വരുമാനത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇൻഡയറക്റ്റ് ടാക്സ് ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം? ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ്, വിൻഡിഫോൾ ഗെയിൻസ്, ഇല്ലീഗൽ ഇൻകംസ്, പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്, ഇൻഡയറക്റ്റ് ടാക്സസ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ഇൻകം മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് നോക്കിയേ. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. പ്രൊഡക്ഷൻ യൂണിറ്റ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകുന്ന ഇൻട്രസ്റ്റ്, പലിശ. അവരുടെ ഉൽപ്പാദനം നടത്താൻ വേണ്ടി അവർ വായ്പയും മറ്റും എടുത്തിട്ടുണ്ട്, അതിന് കൊടുക്കുന്ന പലിശ. അതെന്താണ്? ഇൻട്രസ്റ്റ് ഇൻകം മെത്തേഡിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തണം. പക്ഷേ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ അവിടെ ഓർക്കുക, ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇതിൽ വരില്ല. കൺസംഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് എവിടെ പരിഗണിക്കപ്പെടുന്നില്ല, നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഓൺലി ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരു ഫേം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടും. ഒരു കൺസ്യൂമർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ക്ലിയർ ആണല്ലോ. കൺസംഷൻ പർപ്പസിനുള്ളതാണെങ്കിൽ പരിഗണിക്കപ്പെടുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി imputed value of rent of owner occupied houses. Imputed value of rent of owner occupied houses. Imputed value of rent അല്ലേ, നമ്മൾ പറഞ്ഞു റെന്റ് ഇതിന്റെ ഭാഗമായിട്ട് പരിഗണിക്കണം. അപ്പോൾ റെന്റ്, ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണർ ഒക്യുപ്പൈഡ് ഹൗസസ്. ഒരു ഓണർ, നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിലും ഇത് പറഞ്ഞതാണ്. ഓണറൊക്കെ അവിടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, റെന്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അതുകൊണ്ട് ഇൻകം സൈഡിൽ അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണർ ഒക്യുപ്പൈഡ് ഹൗസസ്. ഒരു ഓണർ സ്വന്തം ഹൗസസിനാകുന്ന ഇമ്പ്യൂട്ടഡ് റെന്റ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ഫോർ സെൽഫ് കൺസംഷൻ ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അതും പ്രോഡക്റ്റ് മെത്തേഡിൽ പറഞ്ഞതാണ്. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്? ഗുഡ്സിന്റെയും ഫിക്സഡ് അസറ്റ്സിന്റെയും പ്രൊഡക്ഷൻ. എന്തിനു വേണ്ടിയുള്ള പ്രൊഡക്ഷൻ? ഫോർ സെൽഫ് കൺസംഷൻ ബൈ ദ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു സ്ഥാപനം അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സെൽഫ് കൺസംഷന് വേണ്ടി അവർ സ്വയം എന്ത് ചെയ്യുന്നു, ആ ഗുഡ്സോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാങ്ങാതെ സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷനും എവിടെ ഉൾപ്പെടുത്തണം? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. ഇനി ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് അതിന്റെ ഓണേഴ്സ് കൊടുക്കുന്ന ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഫ്രീ സർവീസസ് അതും ഉൾപ്പെടുത്തണം. കാരണം എന്താണ്, ഏതൊക്കെ വരും അതിനകത്ത്? അക്കോമഡേഷൻ നമ്മൾ പറഞ്ഞു, വെഹിക്കിൾസ് കൊടുക്കുന്നത് പറഞ്ഞു, ഇതൊക്കെ ഉൾപ്പെടുത്തണം. അതാണ് ഫ്രീ സർവീസസ്. അതാണ് വേജസിന്. അത് ഏതിൽ വരും? വേജസ് ഇൻ കൈൻഡിൽ വരും. നമ്മൾ പഠിച്ചില്ലേ, വേജസ് ഇൻ കൈൻഡിൽ വരും. കാരണം വേജസ് ഇതിൻ്റെ ഭാഗമാണ്. വേജ് മോണിറ്ററി ടേംസിലാണെങ്കിലും സാധനങ്ങളുടെ രൂപത്തിലാണെങ്കിലും അത് പരിഗണിക്കണം. വേജസ് ഇൻ കൈൻഡ് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് മോണിറ്ററിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്ട് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്ന ഐറ്റംസ്? ഇൻകം മെത്തേഡിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇനി ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണേഴ്സ് ഒക്യുപ്പൈഡ് ഹൗസസ്.
അടുത്ത പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്, എന്തിനു വേണ്ടിയുള്ള? ഫോർ സെൽഫ് കൺസംഷൻ. ആര്? നോട്ട് ഫോർ കൺസ്യൂമേഴ്സ്. ആരാണ്? ബൈ ദ പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ്. ഇനി ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഇതൊക്കെ എന്താണ്? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഇപ്പോൾ ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നോക്ക്, ഹൂ കമ്പ്യൂട്ട്സ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ്? ആരാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? NSO. ആരാണ്? NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇവരാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറഞ്ഞാലും മതി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NSO comes under the Ministry of Statistics and Program Implementation. NSO comes under the Ministry of Statistics and Program Implementation. അപ്പോൾ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? NSO comes under the ministry. ഏത് എന്താണ് മന്ത്രി തല ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് മന്ത്രാലയമാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ആ മിനിസ്ട്രിയുടെ കീഴിലാണ് ഏത് വരുന്നത്? NSO വരുന്നത്. NSO ഉൾപ്പെടുന്ന നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. കാരണം നമ്മുടെ ഓപ്ഷനിൽ ഏത് കാണും? ഫിനാൻസ് മിനിസ്ട്രി കാണും. നമ്മൾ പെട്ടെന്ന് ഏത് കറപ്പിക്കും? ഫിനാൻസ് മിനിസ്ട്രി കറപ്പിക്കും. അല്ല, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലാണ്. ഇനി എന്നാണ് ഈ NSO വന്നത്? അതായത് NSO വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന CSO എന്ന സ്ഥാപനമാണ്. CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറയും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അതിനു മുമ്പ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെട്ടിരുന്നു, പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ആ CSO എന്ത് ചെയ്തു? വാസ് മെർജ്ഡ് വിത്ത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO. അപ്പോൾ 2 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? CSOയും NSSOയും. മറക്കരുത്, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSSO എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അത് പണ്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആയിരുന്നു, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഈ CSOയും NSSOയും കൂടി മെർജ് ചെയ്തു. അങ്ങനെ മെർജ് ചെയ്താണ് എന്ത് ഫോം ചെയ്തത്? നമ്മുടെ ഈ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഫോം ചെയ്തത്. NSO ഫോം ചെയ്തത്. അപ്പോൾ NSO ഫോം ചെയ്ത് ആരൊക്കെ മെർജ് ചെയ്തുകൊണ്ടാണ്? CSOയും NSSOയും ഫോം ചെയ്യും, പിന്നെ മെർജ് ചെയ്തുകൊണ്ടാണ്. ഈ NSO എന്ന് വെച്ചാൽ ഈ സാമ്പിൾ സർവേ ഒക്കെ നടത്തുന്നത്, നമ്മുടെ രാജ്യത്ത് സാമ്പിൾ സർവേ കേട്ടാണല്ലോ, സാമ്പിൾ സർവേ ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ് NSSO. CSO എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മുടെ NSO വരുന്നതിന് മുമ്പ് ദേശീയ വരുമാനം കണക്കാക്കിയിരുന്ന സ്ഥാപനമാണ് CSO. അപ്പോൾ ഈ NSSOയും CSOയും കൂടി 2019, അപ്പോൾ എന്താണ്ടേ മെർജ് ചെയ്തത്? 2019 മെർജ് ചെയ്തു. അങ്ങനെയാണ് ഏത് ഫോം ചെയ്യുന്നത്? NSO ഫോം ചെയ്യുന്നത്. അപ്പോൾ NSO നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2019 മെയ് 23 മെയ് 23 NSO ഫോം ചെയ്യുന്നത്. ഓർത്തിരിക്കുക, 2019 മെയ് 23 NSO ഫോം ചെയ്യുന്നത്. ആരൊക്കെ മെർജ് ചെയ്തുകൊണ്ട്? CSO ആൻഡ് NSSO. ഈ CSO ഫോം ചെയ്യപ്പെടുന്നത് 1951 കേട്ടോ. 1951 മെയ് 2 മെയ് 2 ആണ് കേട്ടോ. മെയ് 2 CSO വരുന്നത്. NSO എന്ന് പറയുന്നത് 1950 കേട്ടോ. 1950 ഒക്ടോബർ 1 ആണ്. 1950 ഒക്ടോബർ 1 NSS. അതാ വരുന്ന സമയത്ത് NSS എന്നേ ഉള്ളായിരുന്നു. NSS, നാഷണൽ സാമ്പിൾ സർവേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. NSS നിലവിൽ വരുമ്പോൾ 1950 ഒക്ടോബർ 1 വരുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? 1970 അതിനെ റീനെയിം ചെയ്ത് എന്താക്കി മാറ്റുന്നത്? NSSO ആക്കി മാറ്റുന്നത്. NSSO ആക്കി. എൻ്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആദ്യം NSS എന്നറിയപ്പെട്ടിരുന്നു, നാഷണൽ സാമ്പിൾ സർവേ എന്നറിയപ്പെട്ടിരുന്നു. അത് നിലവിൽ വന്നത് 1950 ഒക്ടോബർ 1 ഒക്ടോബർ 1. അത് പിന്നീട് 1970 എന്തായി മാറി? NSSO ആയിട്ട് മാറി. CSO വരുന്നത് 1951 മെയ് 2 അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളും കൂടി മെർജ് ചെയ്തത് 2019 ആണ് മെർജ് ചെയ്തത്. അങ്ങനെ 2019 മെയ് 23 ഏത് നിലവിൽ വരുന്നു? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വരുന്നു. ഓക്കെ, ഇനി നോക്ക്, ഹിസ്റ്ററി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു.
ഇനി ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കലിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഹിസ്റ്ററി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കലിൻ്റെ ഹിസ്റ്ററി, എന്ന് മുതലാണ് ദേശീയ വരുമാനം കണക്കാക്കിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കിയത് നോക്കാം നമുക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദാദാഭായ് നവറോജി ഹൂ മേഡ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ആദ്യത്തെ ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ ആദ്യമായി ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം ഇത് കണക്കാക്കിയത് എന്നാണെന്ന് അറിയാമോ? 1867-68, 1867-68 കാലഘട്ടത്തിൽ. 67 നമ്മൾ ഏപ്രിൽ 1 മാർച്ച് 31 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വർഷമാണ് അദ്ദേഹം ദേശീയ വരുമാനം കണക്കാക്കുന്ന. 1867-68 വർഷത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയായിരുന്നു ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി ബട്ട് പ്രൊഫസർ VKRV റാവു എസ്റ്റിമേറ്റഡ് നാഷണൽ ഇൻകം ഇൻ എ മോർ റിലയബിൾ ആൻഡ് സയന്റിഫിക് ബേസിസ്. അപ്പോൾ ദാദാഭായ് നവറോജി ദേശീയ വരുമാനം കണക്കാക്കി, ശരിയാണ്. പക്ഷേ അതിനെന്താണ്? ഒരു സയന്റിഫിക്കായ അടിത്തറ ഉണ്ടായിരുന്നില്ല, അത് റിലയബിൾ ആയിരുന്നില്ല, വിശ്വസനീയമായിരുന്നില്ല. എന്നാൽ VKRV റാവു ഏത് കാലഘട്ടത്തിൽ? 1925-29, 1925-29 കാലഘട്ടത്തിൽ, 1925-29 കാലഘട്ടത്തിൽ VKRV റാവു എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള, അതുപോലെ കുറച്ചുകൂടി സയന്റിഫിക് ആയ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കി. അപ്പോൾ ഇന്ത്യയിൽ റിലയബിൾ ആയ അല്ലെങ്കിൽ സയന്റിഫിക് ആയ ദേശീയ വരുമാനം കണക്കാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? VKRV റാവു ആണ്. ഏത് കാലഘട്ടത്തിൽ? 1925-29, 25 മുതൽ 29 വരെയുള്ള ആ ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹം എന്ത് ചെയ്തു? ദേശീയ വരുമാനം കണക്കാക്കി. ദാദാഭായ് നവറോജി എന്നാണ് 1867-68, VKRV റാവു ആണെങ്കിൽ 25-29 ദേശീയ വരുമാനം കണക്കാക്കിയത്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ ഇൻകം കമ്മിറ്റി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ ഇൻകം കമ്മിറ്റി, ഒരു ദേശീയ വരുമാന സമിതി ഫോം ചെയ്തു. എന്ന് 1949 ഇന്ത്യ ഗവൺമെന്റ് ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു, നാഷണൽ ഇൻകം കമ്മിറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻകം കമ്മിറ്റി എന്നാണത്? 1949 ചെയർഡ് ബൈ ദ പ്രൊഫസർ PC മഹലനോബിസ്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? PC മഹലനോബിസ്. അപ്പോൾ PC മഹലനോബിസ് ചെയർമാനായിട്ട് എന്ത് ചെയ്തു? ഒരു നാഷണൽ ഇൻകം കമ്മിറ്റിക്ക് ഫോം ചെയ്തു. ആദ്യം ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് 1949 നാഷണൽ ഇൻകം കമ്മിറ്റി ഫോം ചെയ്തു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? PC മഹലനോബിസ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? അത് ആരാണ്? നാഷണൽ ഇൻകം കമ്മിറ്റിയാണ്. ഹു എന്ന് ചോദിച്ചാൽ, ആര് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ പേരായിരിക്കും കൊടുത്തേക്കുക. അപ്പോൾ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? PC മഹലനോബിസ്. അപ്പോൾ ഓപ്ഷനിൽ ആൻസർ ഏതായിരിക്കും? PC മഹലനോബിസ് ആണ്. അപ്പോൾ ആര് എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ, ആ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ PC മഹലനോബിസ് ആണ്. സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ ഇൻകം കമ്മിറ്റിയാണ്, അല്ലെ? നാഷണൽ ഇൻകം കമ്മിറ്റി അത് ഫോം ചെയ്ത് 1949 ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇതിൽ മൊത്തം 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റിയിൽ മൊത്തം 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ചെയർമാൻ PC മഹലനോബിസ് 1, മറ്റ് 2 അംഗങ്ങൾ, ഒന്ന് VKRV റാവു, ഒന്നാരാണ്ട് VKRV റാവു ആയിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് DR ഗാഡ്ഗിൽ ആയിരുന്നു. ആരാണ്ട്? DR ഗാഡ്ഗിൽ ആയിരുന്നു കേട്ടോ, ഗാഡ്ഗിൽ. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? VKRV റാവുവും മറ്റൊന്ന് DR ഗാഡ്ഗിലുമായിരുന്നു. ചെയർമാൻ PC മഹലനോബിസ്. ഇങ്ങനെ 3 മെമ്പേഴ്സാണ് നാഷണൽ ഇൻകം കമ്മിറ്റി നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ചെയർമാൻ പ്രൊഫസർ PC മഹലനോബിസ്, അതുപോലെ പിന്നെ എന്താണ്? VKRV റാവുവും DR ഗാഡ്ഗിലുമായിട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സും കൂടെ പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും. VKRV റാവു ആൻഡ് DR ഗാഡ്ഗിൽ. മഹലനോബിസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. മഹലനോബിസ് എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെ? ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. അതുപോലെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻസ് എന്നൊക്കെ അറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. അപ്പോൾ ഇനി പോകുമ്പോൾ നമ്മൾ പഠിക്കും, അദ്ദേഹത്തെക്കുറിച്ച് വേറെയൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ നമ്മൾ പറയും. ഓക്കെ, ഇനി നോക്ക്, കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. അടുത്ത നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിലേക്ക് പോവുകയാണ്. കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ വിവിധ ആശയങ്ങൾ, അല്ലെങ്കിൽ ആഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മളെ ഇക്വേഷൻ, നമ്മളെ നാഷണൽ ഇൻകത്തിലെ കുറച്ച് ഈ റിലേഷൻസ് ഉണ്ട്. ഈ നാഷണൽ ഇൻകത്തിലെ കമ്പോണൻസ് GDP, GNP, NNP, ഇങ്ങനെയുള്ള കുറേ NDP, ഇങ്ങനെയുള്ള കമ്പോണൻസ് ഉണ്ട്, ആഗ്രിഗേറ്റ്സ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടു കാണും.
അപ്പോൾ ആ അഗ്രിഗേറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നിന്ന് പ്രോബ്ലം സൈഡ്, ഇതിൽ നിന്നാണ് സ്ഥിരം പ്രോബ്ലം ചോദിക്കുന്നത്. കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ വിവിധ ആശയങ്ങൾ എന്ന് പറയും. നോക്കാം. ഒന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഒന്ന് ഏതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP എന്ന് പറയും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൾറെഡി പഠിച്ചു കാണും. എന്താണ് GDP? GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷക്കാലയളവിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആണ് എന്ന് പറയുന്നത് GDP. അപ്പോൾ GDP എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ടെറിട്ടറി, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ്, പുറത്തുള്ളതല്ല. അതാണ് GDP എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കോൺസെപ്റ്റാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. NDP എന്ന് വെച്ചാൽ എന്താണ്? NDP ഈസ് ദ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ ഇക്കോണമി ഡ്യൂറിങ് ഇയർ. അപ്പോൾ നെറ്റ് ഔട്ട്പുട്ടാണ്, നമ്മൾ മറ്റേത് ഗ്രോസ് ഔട്ട്പുട്ടാണ്, ഒരു ഇക്കോണമിയിലെ ഗ്രോസ് ഔട്ട്പുട്ടാണ് GDP. ഇതെന്താണ്? നെറ്റ് ഔട്ട്പുട്ടാണ്. അതെങ്ങനെയാണ് ലഭിക്കുക? NDP കിട്ടണമെങ്കിൽ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുന്നത് കാണാതെ പഠിക്കണം, GDPയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. GDPയിൽ നിന്നും ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ മറ്റൊരു പേര് എന്താണ്? ഓർമ്മയുണ്ടോ? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഡിപ്രീസിയേഷന്റെ മറ്റൊരു പേര് എന്താണ്ട്? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. GDPയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ? The loss of value of capital equipments due to normal wear and tear. It is also called consumption of fixed capital. അപ്പോൾ എന്താണ് തേയ്മാനം എന്ന് വെച്ചാൽ ലോസ് ഓഫ് വാല്യൂ, അല്ലേ? വാല്യൂലുണ്ടാകുന്ന അപചയം. എന്തിൻ്റെ വാല്യൂ? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, മൂലധന വസ്തുക്കൾ, മീൻസ് മെഷീനറി. അതിനുണ്ടാകുന്ന വാല്യൂവിൻ്റെ അപചയമാണ്. എന്ത് മൂലം? ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടയർ, അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഉൽപ്പാദന പ്രക്രിയയിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറിയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിന് വെയർ ആൻഡ് ടയർ ഉണ്ടാകും, അല്ലേ? തേയ്മാനം, കേടുപാടുകൾ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? അതിൻ്റെ വാല്യൂ കുറയുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഇനി ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഡിപ്രീസിയേഷന്റെ മറ്റൊരു പേരെന്താണ്ട്? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ കാൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ GDP പറഞ്ഞു, NDP പറഞ്ഞു. ഇതൊക്കെ നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആണ്, നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സ് ആണ്. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP. GNP എന്ന് വെച്ചാൽ എന്താണ്? GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. NFIA മീൻസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ന് പറയും. അപ്പോൾ GNP എന്ന് വെച്ചാൽ ഗ്രോസ്. GDP നമ്മൾ പറഞ്ഞു, GDP എന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ് ഏത്? GDP. എന്നാൽ GNP അതല്ല. GDPയോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്നുള്ള വരുമാനം കൂടി ആഡ് ചെയ്യണം. നമ്മുടെ ഇന്ത്യക്കാർ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് കൂടി ആഡ് ചെയ്യണം. അതാണ് GDP പ്ലസ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ പഠിച്ചു, GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. GDP പ്ലസ് NFIA. ഓക്കെ, അടുത്ത നോക്ക്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP. അപ്പോൾ നമ്മൾ GDP പറഞ്ഞു, അതിന്റെ നെറ്റ് പറഞ്ഞു, അല്ലേ? എന്താണ് GDPയിൽ നിന്ന് നെറ്റ് കിട്ടി? എങ്ങനെയാണ്? NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഇപ്പൊ നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് പറഞ്ഞു, മൊത്ത ദേശീയ ഉൽപ്പന്നം പറഞ്ഞു, അത് GDP പ്ലസ് NFIA ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നെറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ. NNPയുടെ ഗ്രോസ് ആണ് GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ. അടുത്ത ഇക്വേഷൻ ആണ് GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ അതിന്റെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കും. ക്ലിയർ ആണല്ലോ? നമസ്കാരം, സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിയുടെ 5ാമത്തെ പാർട്ടിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇമ്പോസിബിൾ ഇവൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ 1ാമത്തെ ക്ലാസ് മുതൽ പഠിച്ചു വരികയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും അതേപോലെ തന്നെ റാൻഡം വേരിയബിൾസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായി തന്നെ വരുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ 4ാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, 5ലേക്ക് വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏത് നമ്മുടെ റാൻഡം വേരിയബിൾസും അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസും യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെപ്പോഴും ഒരു പേപ്പറും പേനയും എടുത്ത് പറയുന്ന കാര്യങ്ങൾ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ, സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ എഴുതുന്ന കണക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് പ്രോബബിലിറ്റിയുടെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് മീൻ ഓഫ് റാൻഡം വേരിയബിൾ ആണ് നമ്മൾ പറയുന്നത്. മീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മീൻ എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാമെന്നുള്ള ഒരു വേർഡാണ്. കാരണം മീൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ആവറേജ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ശരാശരി എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ളത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ മീൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് പുതിയ സിമ്പിൾസ് അല്ലെങ്കിൽ പുതിയ കുറച്ച് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പുതിയതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മീൻ ഓഫ് റാൻഡം വേരിയബിൾ എന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പോസിബിൾ വാല്യൂസ് x1, x2, x3. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഏത് വാല്യൂലായിരിക്കും സൂചിപ്പിക്കുന്നത്, എപ്പോഴും എക്സിലായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ റാൻഡം വേരിയബിൾസിനെ സൂചിപ്പിക്കുന്നത് x1, x2, x3 എന്നിങ്ങനെയുള്ള കുറച്ച് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോബബിലിറ്റീസ്, അതുമായിട്ട് അസൈൻ ചെയ്ത് വരുന്ന പ്രോബബിലിറ്റീസും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ P1, P2, P3 എന്നിങ്ങനെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ലേ. എക്സും പി ഓഫ് എക്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് പറഞ്ഞിട്ടുണ്ട്, അതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. പി പറഞ്ഞിട്ടുണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, പ്രോബബിലിറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മീൻ ഓഫ് റാൻഡം സ്പേസ്, മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, മീൻ ഓഫ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. മ്യൂ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള മ്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. എം ഇടുമ്പോൾ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൂടുതൽ ഇടുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും കാണുന്നത്. മ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണെന്ന് മനസ്സിലാക്കണം, ആവറേജ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ലെറ്റർ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. മ്യൂ, അപ്പോൾ മ്യൂ എന്നുള്ള ലെറ്റർ കാണുമ്പോഴത്തേക്ക് അതെന്താണെന്ന് മനസ്സിലാക്കുക, ആവറേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എക്സ് എന്ന് പറഞ്ഞു, എക്സ് എന്ന് പറഞ്ഞത് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. മ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് ആണ്, അല്ലെങ്കിൽ മീൻ എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഇതിനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തെന്ന് പറയാം, റാൻഡം വേരിയബിൾ എക്സ് ഈസ് നോൺ ആസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിനെ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്പെക്റ്റേഷൻ. മീൻ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഒരു കണക്ക് എന്നിട്ട് വാട്ട് ഈസ് ദ എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മീനാണ് എടുക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് റാൻഡം വേരിയബിൾ ആണ്. അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വന്നതിന് ശേഷം മ്യൂ എന്ന് പറഞ്ഞു. മ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മീൻ ആണ്, അല്ലെങ്കിൽ ആവറേജ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് നമ്മൾ ഇ ഓഫ് എക്സ് എന്നുള്ളതായിരിക്കും എഴുതുന്നത്. എക്സ്പെക്റ്റേഷന് നമ്മൾ ഇ ഓഫ് എക്സ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ പറയുമ്പോഴത്തേക്ക് ഇ ഓഫ് എക്സ് എന്നുള്ള ടേമും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് എന്ന് ആലോചിക്കുക. അപ്പം മ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്ന സാധനം, ആവറേജ് എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണഗതിയിൽ കണ്ടുപിടിക്കുന്നത് സം ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് അല്ലേ. സം ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സം ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 5 സാധനങ്ങൾ തന്നിട്ട് 5 നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്ക് 5 സംഖ്യകളും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 5, എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് സാധാരണ ശരാശരി എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന സാധനമാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി കണക്ട് ചെയ്തിട്ടാണ്, റാൻഡം വേരിയബിൾസിനെ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനായിട്ട് ആലോചിച്ച് വയ്ക്കുക. മ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്താണ്, ആവറേജ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തരുന്ന സാധനങ്ങൾ ഓരോന്ന്, ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ പിന്നെ എന്ത് ചെയ്യുക, സം ചെയ്ത് പോവുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് പി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x1 P1, അതേപോലെ തന്നെ x2 P2, അതേപോലെ തന്നെ x3 P3, ഇതെല്ലാം ഓരോ ടേംസ് ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക, സം ചെയ്ത് പോവുക. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് നോക്കാം. സിഗ്മ ഫോർമുല തന്നിട്ടുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു i ഈസ് ഈക്വൽ ടു 1 to n.
1 to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, എക്സ് ഐ എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഐ പി ഐ എന്നെടുക്കാം. എക്സ് ഐ പി ഐ എന്ന് എടുക്കാം. എങ്ങനെയാണ് നോക്കൂ, മ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. മ്യൂ എന്ന് പറയുന്നത് മീൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സമ്മാണെന്ന് പറഞ്ഞു. സിഗ്മ ഐ ടു എൻ, ഐ ഈസ് ഈക്വൽ ടു 1 to n. എന്താണ് 1 മുതൽ n വരെയുള്ള വാല്യൂസ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഐ പി ഐ എന്ന് കണക്ട് ചെയ്തു. ഓക്കെ, ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞതും ഇതിനെ തന്നെയാണ്. ഇനി ഇതിനെ എങ്ങനെ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് കാണുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പം നോക്കുക, അപ്പോൾ ഞാൻ എക്സ് 1 P1 എന്ന് കൊടുത്തു. അതായത് ഫസ്റ്റ് ടേം, അതായത് ഐക്ക് എന്തെന്ന് കൊടുത്തു, 1 എന്നുള്ള വാല്യൂ കൊടുത്തു. x1 P1 എന്നായി, ആറല്ല P1 ആണ്. പ്ലസ് x2 P2, x2ഉം P2ഉം എന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് x3 P3, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏത് വരെ പോവും, എത്ര വരെ പറഞ്ഞിട്ടുണ്ടോ xn Pn എന്ന് പറയുന്ന ഈ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു പോവും, ഇത് ഇലാബറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ തന്നിട്ട് അതിൻ്റെ പ്രോബിലിറ്റിയും തന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ x1 ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ റാൻഡം വേരിയബിൾ എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, ഇവ തമ്മിൽ സം ചെയ്യുക. രണ്ടെണ്ണമാണുള്ളതെങ്കിൽ നമുക്ക് എത്ര എണ്ണം മതി, ഇതാ ഇത്രയും ഭാഗം മതി. രണ്ടെണ്ണം മാത്രമാണുള്ളതെങ്കിൽ ഇതാ ഇത്രയും ഭാഗം മതി. മൂന്നെണ്ണമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, x3 P3യും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി വരുന്നു. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. മീൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്നുള്ളതേ അതിനകത്ത് അർത്ഥമുള്ളൂ, ശരാശരി എന്ന് മലയാളം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരു സൈനാണ് മ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിനകത്തും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സൈൻ തന്നെയാണ്, പുതിയതായിട്ട് വന്നതെന്നല്ല. അപ്പോൾ നമ്മൾ എന്നാലും പരിചയപ്പെടുന്നത് മ്യൂ എന്നുള്ളത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം, മീൻ എന്ന് പറയാം. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഫൈൻഡ് മ്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അത് മീൻ കണ്ടുപിടിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, എന്താണ്, എക്സ്പെക്റ്റേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് എഴുതുന്നത്, ഇ ഓഫ് എക്സ്, ഈ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് എക്സ്, അതാണ് ഇ ഓഫ് എക്സ് എന്നുള്ള ടേമിലേക്ക് വരുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റി, ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് മ്യൂ എന്ന് പറയുന്നത്. അത് രണ്ടും എന്തിനെ ഉദ്ദേശിച്ചുള്ളതാണ്, മീനിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ പി ഐ, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ പി ഐ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സൈൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് സിഗ്മ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ടേം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഐക്ക് വാല്യൂ കൊടുക്കുക, വാല്യൂ കൊടുത്തതിന് ശേഷം ഓരോന്നും പ്ലസ് ചെയ്ത് പോവുക. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. x1 P1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ x1 P1 എന്ന് കിട്ടി. രണ്ടാമത് ഐക്ക് 2 എന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ x2 P2 എന്ന് കിട്ടും. അതേപോലെ തന്നെ x3 P3, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എത്ര എണ്ണം ഉണ്ടോ അത് തന്നെയാണ് xn Pn എന്നുള്ള വാല്യൂയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി മീൻ ഓഫ് ദി നമ്പേഴ്സ് ഒബ്റ്റൈൻഡ് ഓൺ റോളിംഗ് എ അൺബയാസ്ഡ് ഡൈ. ഒരു ഡൈ റോൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്, ആ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, 1 2 3 4 5 6 ആണല്ലോ അവിടെ വരുന്നത്. ആ നമ്പറിൻ്റെ ഏത് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? ഈ രീതിയിലുള്ള ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് സിക്സസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് ഓൺ റോളിംഗ് എ ഡൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വരുന്ന സാമ്പിൾ സ്പേസ് നമുക്കറിയാം ഏതാണ്, സെറ്റ് 1 2 3 4 5 6 ആണ് നമുക്കിവിടെ വരുന്ന സാമ്പിൾ സ്പേസസ് എന്ന് പറയുന്നത്. കാരണം ഒരു ഡൈസിനകത്ത് വരുന്നത് 6 ഫേസസ് ആണ്. ആ 6 ഫേസസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി എക്സ് ചോദിക്കുകയാണെങ്കിൽ എന്തെന്ന് പറയും, നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ റോളിംഗ് എ ഡൈ, നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ റോളിംഗ് എ ഡൈ, നമ്പർ ഒബ്റ്റൈൻഡ് ഇൻ റോളിംഗ് എ ഡൈ എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് എടുക്കുന്നത്, എക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രാക്ടീസ് ആവും. അപ്പോൾ ഈ ഒരു കണക്ക്, ഇപ്പോൾ ഈ കണക്കുകളെന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു വലിയ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളുമായിട്ട് വന്നേക്കാം. പക്ഷേ അത് നമ്മൾ കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ തവണയും നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഈ എക്സ് സാമ്പിൾ സ്പേസ് ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നമ്മൾ ഈ എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്റ്റെപ്പിന് പ്രാധാന്യമില്ല, ഇവിടെ കിട്ടുന്ന ഉത്തരത്തിന് മാത്രമാണ് നമ്മുടെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു ടേബിൾ, ജസ്റ്റ് ഈ ഒരു ടേബിൾ ഒരു റഫ് ടേബിളായിട്ട് വരയ്ക്കാം. റഫ് ടേബിളായിട്ട് വരച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് എക്സും പി ഓഫ് എക്സും ആണ്. എക്സും പി ഓഫ് എക്സും ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, റാൻഡം വേരിയബിൾ ആണ്. അതേപോലെ തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പി ഓഫ് 1 അല്ലേ, പി ഓഫ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 1 കിട്ടാനുള്ള സാധ്യത അല്ലേ, 1 കിട്ടാനുള്ള സാധ്യത എത്രയാണ്, ടോട്ടൽ 6 എണ്ണം ഉണ്ട്, അതിലൊന്നായിരിക്കും അല്ലേ, ടോട്ടൽ 6 എണ്ണം ഉണ്ട്, അതിലൊന്നായിരിക്കും ആ പി ഓഫ് 1 എന്ന് പറയുന്നത്. സെയിം തന്നെയായിരിക്കും പി ഓഫ് 2 അല്ലേ, 2 കിട്ടാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ 1/6 തന്നെ ആയിരിക്കും. 2 കിട്ടാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാലും 1/6 തന്നെ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് പി ഓഫ് 3യും സെയിം ആണ്, പി ഓഫ് 4ഉം സെയിം ആണ്, പി ഓഫ് 5ഉം സെയിം ആണ്, പി ഓഫ് 6ഉം സെയിം ആണ്. ഇവയെല്ലാം എന്താണ്, ഈക്വൽ ആണ്. അതായത് ഇതിൻ്റെ ഏതിൻ്റെ വാല്യൂ എടുത്താലും എത്ര തന്നെ വരും, 1/6 എന്നുള്ള വാല്യൂ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ഒരു കാര്യം കൂടെയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 6 കൊടുക്കാം അല്ലേ. 1, 2, 3, 4, 5, 6 കൊടുക്കാം. ഇതിനകത്ത് പ്രോബബിലിറ്റി ആയിട്ട് ഗെറ്റിംഗ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 1/6 ആണ് അല്ലേ. ഗെറ്റിംഗ് 1 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 1/6 ആണ്. അതേപോലെ തന്നെയാണ് 1/2 പറഞ്ഞാലും 1/6, ഇവിടെയും 1/6, അതേപോലെ തന്നെ ഇവിടെയും 1/6, ഇവിടെയും 1/6, ഇവിടെയും 1/6. ഇത് എന്തുകൊണ്ട് 1/6 എന്ന് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബിലിറ്റിയുടെ ടേബിളാണ് നമ്മൾ എഴുതിയത്. സാമ്പിൾ സ്പേസസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. അത് തന്നെയാണ് നമുക്ക് ഏതായിട്ടും വന്നിരിക്കുന്നത്, നമ്പർ ഒബ്റ്റൈൻഡ് ഓൺ റോളിംഗ് എ ഡൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റാൻഡം വേരിയബിൾ ആയിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ടേബിൾ തന്നിട്ട് ഇതിൽ നിന്ന് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് തരുന്ന ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നു മ്യൂ എന്നുള്ളതാണ് ലെറ്റർ. മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ മീനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഒരു സമവാക്യം എന്ന് പറയുന്നത് സിഗ്മ i = 1 to n അല്ലേ. സിഗ്മ i = 1 to n എന്താണ്, xi/pi. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി. ഓക്കെ, ഇവിടെ എങ്ങനെയായിരിക്കും നമുക്കത് ചെയ്യാൻ സാധിക്കുക, ഇവിടെ നമുക്ക് നോക്കുക, ഓരോന്നായിട്ട് നോക്കാം. x1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 1 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ x1 എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് x1 അല്ലേ. 1 എന്ന് പറയുന്നതാണ് x1. അപ്പോൾ 1 ഇൻറ്റു pi എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ p1 എന്ന് പറയുന്നത് 1/6 ആണ്. പ്ലസ് അടുത്തത് വരുന്നത് എങ്ങനെയാണ്, 2 × 1/6 ആണ്. അടുത്തത് വരുന്നത് 3 × 1/6 ആണ്. പ്ലസ് 4 × 1/6 ആണ്. പ്ലസ് 5 × 1/6 ആണ്. പ്ലസ് 6 × 1/6 ആണ്. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ക്ലിയർ ആയില്ലേ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ക്ലിയർ ആയില്ലേ. അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്ന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര പ്ലസ് xn pn എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് അതിനെ അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് ഇതിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കാതെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സാധനങ്ങളെല്ലാം 6 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ്. മിക്കപ്പോഴും നമുക്ക് തരുന്ന ക്വസ്റ്റ്യന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തരുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, ഈ തരുന്ന സംഖ്യ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തു, 6 എന്ന് പറയുന്ന സംഖ്യ ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുത്തു. 6 എന്ന് പറയുന്ന സംഖ്യ ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് നോക്കുകയാണ്. 1 × 1 1 ആണ്, പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 21 എന്ന് വരും. 21/6 ആണ്. 21/6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയെന്ന് കിട്ടും, നമുക്ക് 3.5 എന്ന് കിട്ടും. 3.5 എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ചോദിച്ചാലും മ്യൂ എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ ഏത് തന്നെയാണ് എഴുതാനുള്ളത്, ഈ 3.5 തന്നെയാണ് നമ്മളിവിടെ എഴുതാനുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ സാധനങ്ങൾ മാത്രം വെച്ചിട്ടല്ല ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനെ കണക്ട് ചെയ്തിട്ട്
ചെയ്തിട്ടാണ് ചെയ്തത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എന്താണ് ഇതിൻ്റെ റിസൾട്ടുകൾ മാത്രം തന്നിട്ട് പ്രോബബിലിറ്റികൾ ഇന്നതാണ് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസ് ഇതാണ് എന്ന് പറഞ്ഞ് തന്നതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആദ്യം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സമയം കുറച്ചെടുത്ത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചോദ്യവും എന്ത് ചെയ്യാം, MCQ മോഡലിൽ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ. വേരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മീൻ പഠിച്ചു. മീനിൽ നിന്ന് അസൈൻ ചെയ്ത് വരുന്ന വേറൊരു സാധനമാണ് വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു വ്യത്യാസം, അതായത് മീനിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസിലുണ്ടാകുന്ന വ്യത്യാസം എന്നുള്ളത് മാത്രം അങ്ങനെ ഒരു ഐഡിയയിൽ ചിന്തിച്ച് പോവാം. വേരിയൻസ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു, നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു സൈൻ ഇട്ടിട്ട് അതിനെയും സിഗ്മ എന്നാണ് പറഞ്ഞത് അല്ലേ, ഈ ഒരു സൈൻ ഇട്ടിട്ട് അതിനെയും സിഗ്മ എന്ന് പറഞ്ഞു, ഇതിനെ ഞാൻ സിഗ്മ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് അപ്പർ കേസും ഇത് ലോവർ കേസും ആയിട്ടുള്ള എന്താണ് സിഗ്മകളാണ്. അപ്പോൾ അതായത് ഇത് ക്യാപിറ്റൽ ലെറ്ററും ഇത് സ്മോൾ ലെറ്ററും എന്ന് പറയുന്നത് പോലെ ഇതും സിഗ്മയാണ് ഇതും സിഗ്മയാണ്. സിഗ്മ സ്ക്വയർ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേരിയൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ വേരിയൻസ് നമുക്ക് നേരത്തെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞതുപോലെ VAR എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയൻസിനെയാണ്. വേരിയൻസ് എന്ന് പറയുന്നത് VAR ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. VAR ഓഫ് എക്സ്, ഫൈൻഡ് VAR ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് വേരിയൻസ്, എങ്ങനെയാണ് ദി ആവറേജ് ഓഫ് സ്ക്വയേർഡ് ഡിഫറൻസ് ഫ്രം ദി മീൻ. എന്താണ് മീൻ നമുക്കറിയാം അല്ലേ, സ്ക്വയേർഡ് ഡിഫറൻസ് ഓഫ് ദി മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേരിയൻസ് കിട്ടും. അതായത് ആ ഒരു ഡെഫിനിഷൻ വിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി മൈനസ് മ്യൂ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറഞ്ഞു, മ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞു, മീൻ എന്നാണ് പറഞ്ഞത് അല്ലേ. മീനിൻ്റെ സ്ക്വയർ അല്ലേ, മീനിൻ്റെ സ്ക്വയർ. അതേപോലെ തന്നെ XI എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറഞ്ഞു, നമ്മൾ മീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ വേരിയൻസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പി. അപ്പോൾ നമ്മൾ ഇതിനെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മ എക്സ് സ്ക്വയർ പി മൈനസ് മ്യൂ സ്ക്വയർ, ഇങ്ങനെ മാത്രം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയും എഴുതാം, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഒന്ന് തന്നെയാണ്. ഇത് തമ്മിലൊന്ന് എഴുതി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇ ഓഫ് എക്സ് എന്താണ്, എക്സ്പെക്റ്റേഷൻ ആണ്, അത് തന്നെയാണ് മ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുത്തു. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, അതിൻ്റെ റാൻഡം വേരിയബിളിന് മാത്രമാണ് ഇവിടെ സ്ക്വയർ ഉള്ളത്. ആ റാൻഡം വേരിയബിളിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ സ്ക്വയർ കൊടുത്തത്. അപ്പോൾ ഈ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്തെന്ന് പറഞ്ഞു, ഒരു വ്യത്യാസം, മീനിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ റാൻഡം വേരിയബിൾസിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് മ്യൂയുടെ വിലയുടെ സ്ക്വയറിൽ നിന്ന് ഏതിൽ നിന്ന് കുറയ്ക്കണം, നമ്മൾ എക്സ് സ്ക്വയർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാൻഡം വേരിയബിൾസിൻ്റെ സ്ക്വയർ എടുത്തതിന് ശേഷം പ്രോബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് സ്ക്വയർ പി, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എടുക്കുക, എക്സ്പെക്റ്റേഷനിൽ എക്സിൻ്റെ സ്ക്വയർ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവ തമ്മിൽ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേരിയൻസും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ഇതിൻ്റെ രണ്ട്, അല്ലെങ്കിൽ അനിയൻ ചേട്ടൻ എന്ന് പറയുന്നത് പോലെ വരുന്ന സാധനം. ഇപ്പോൾ വേരിയൻസ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കാം. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ സ്ക്വയർ എന്നുള്ളതാണ് വേരിയൻസിൻ്റെ സൈനായിട്ട് വരുന്നത്. ഓക്കെ.